നീ നന്നാവില്ല. നിങ്ങൾ വാ, ഞാൻ ചായ ഇട്ട് തരാം. ആർക്ക് വേണം ഇവളുടെയൊക്കെ ചായ? അമ്മ നല്ല ഒന്നാം തരം മസാല ചായ ഇടാം. അച്ഛൻ എന്താ എന്നോട് മിണ്ടാത്തെ? എന്നോട് ദേഷ്യമാണോ? അല്ലതിനു വേണ്ടിയാണെങ്കിലും ഞാനങ്ങനെ ചെയ്യരുതായിരുന്നു. സോറി അച്ഛൻ. അച്ഛാ പറ്റിപ്പോയതാ, ഞങ്ങളോട് ക്ഷമിക്കുക. ശരത്തിന് ഇനിയും പഠിക്കണം. പരീക്ഷ എഴുതാൻ പറ്റില്ലെങ്കിൽ അവന്റെ ഭാവി എന്താവും? ആ ഒരു ടെൻഷനില്ല ഇങ്ങനൊക്കെ ചെയ്തത്. അപ്പൊ ഇതൊരു വലിയ വിഷയമൊന്നും കരുതിയില്ല. എന്നെ അറസ്റ്റ് ചെയ്ത മാഡം എന്തോ ആവശ്യത്തിന് പെട്ടെന്ന് പോയി. അവർ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഞാൻ വന്നേനെ. സച്ചി, ഒരു ലക്ഷ്യം നേടുന്നത് നേർവഴി കൂടി ആയിരിക്കണം. നിങ്ങൾ എന്തിനാ ഡ്രാമ കളിച്ച്? നേർവഴിയിലൂടെ പോയിട്ട് നടക്കാത്തതുകൊണ്ടാ ഡ്രാമ കളിച്ചത്. ഇവളുടെ കുടുംബത്തോടൊപ്പം നിൽക്കണം, കുടുംബം നോക്കണമെന്ന് അച്ഛൻ കൂടെ എന്നോട് പറയാറില്ലേ? എന്നേക്കാൾ സ്നേഹം ആ കുടുംബത്തിനോട് അച്ഛനില്ലേ? അതുകൊണ്ടാണല്ലോ എന്നെ കൊണ്ട് രേവതി കല്യാണം കഴിപ്പിച്ചത്. ശരത്തിന് പരീക്ഷ എഴുതാൻ പറ്റില്ലെന്ന് അറിഞ്ഞപ്പോ അവരെല്ലാരും തകർന്നുപോയി. ഇന്ന് സഹായിച്ചാണ് അച്ഛൻ. നീ നല്ലതിന് വേണ്ടി തന്നെ ചെയ്തത്, സഹായിച്ചതും. പക്ഷേ അതിന് തെരഞ്ഞെടുത്ത വഴി തെറ്റായി. കൂടെ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ കിടക്കുന്ന നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല അച്ഛൻ, നല്ലതല്ല. ലോകപ്പിനകത്ത് കിടക്കുമ്പോ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഇത് തന്നെ ആലോചിച്ചത്. ഇനി പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കോ? അറിയില്ല അച്ഛാ, അത് തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ, പോലീസുകാരല്ലേ. ഇവന്റെ ഒരു കാഴ്ച. രണ്ടുപേരും ഭക്ഷണം കഴിക്കും. സച്ചിട്ടാ കണ്ടല്ലോ, അച്ഛന്റെ ദേഷ്യമൊക്കെ മാറി. എന്നോട് അങ്ങനെ അധികം നേരം ഒന്നും പിണങ്ങിയിരിക്കാൻ അച്ഛന് പറ്റില്ല. നീ വന്നേ, എനിക്ക് നല്ല വിഷമുണ്ട്. പല ഉണ്ടാക്കിത്താ. ശ്രീകാന്ത് എവിടെയാ പോകുന്നത്? ഈ സമയത്തുള്ള ദിവസം ഇവിടെ പോവാറ്? റെസ്റ്റോറന്റിലേക്ക് അല്ലാതെ വേറെ എവിടേക്ക് പോവാന്? ഇവിടെ ഒരാള് പനി പിടിച്ച് കിടക്കുവാ. എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ശ്രീകാന്ത് ഒന്ന് പോവോ? പനിയോ? നല്ല ചൂടുണ്ടല്ലോ. പനി ഉണ്ടെന്ന് നേരത്തെ എന്താ എന്നോട് പറയുന്നേ? നല്ല ആളാ. എന്റെ അടുത്ത് കിടന്നിട്ട് അറിഞ്ഞില്ലേ? ഞാൻ ഇത്രയും സമയമായിട്ട് എഴുന്നേക്കാതിരുന്നപ്പോ എന്താ പറ്റിയെന്നൊന്ന് ചോദിച്ചോ? ഇന്ന് ഡബിങ് കാണില്ല, അതുകൊണ്ട് ഉറങ്ങായിരിക്കുന്നു ഞാൻ കരുതിയത്. രാത്രി നല്ല പനിയുണ്ടായിരുന്നു. തീരെ വയ്യ എനിക്ക്. നേരത്തെ പറഞ്ഞെങ്കില് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലോ. ഹോസ്പിറ്റലൊന്നും പോകണ്ട. ഞാനേ ടാബ്ലറ്റ് കഴിച്ചായിരുന്നു. സ്റ്റുഡിയോയിലും പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനിന്ന് ലീവ് എടുത്തു. ശ്രീകാന്തേ, നീ ഒന്ന് ലീവ് പറഞ്ഞേക്ക്. റെസ്റ്റോറന്റിലൊന്നും പോകണ്ട. അല്ല, ഞാനെന്തിനാ ലീവ് എടുക്കുന്നേ? നിന്റെ വൈഫിന് ഫീവറാ. അപ്പൊ കൂടെ ഇരിക്കണമെന്ന് തോന്നുന്നില്ല ശ്രീകാന്തിന്? ഇന്ന് വലിയൊരു ഓർഡർ ഉണ്ട്, വരണം. ലീവ് എടുക്കരുതെന്ന് പ്രിയ പ്രത്യേകം പറഞ്ഞതാ. റെസ്റ്റോറന്റിൽ വേറെ ഷെഫുമാരില്ലേ ശ്രീകാന്തേ? ഇന്ന് ലീവ് എടുത്ത് എന്റെ കൂടെ ഒന്ന് ഇരിക്കും ശ്രീകാന്തേ. ഞാൻ വേണമെങ്കിൽ പോയിട്ട് ഉച്ചയ്ക്ക് വരാൻ നോക്കാം. എനിക്ക് അസുഖം വന്ന ഉച്ചയ്ക്ക് ഇരിക്കാനൊന്നും കഴിയില്ല. വീട്ടിലാണെങ്കിൽ അമ്മ എന്റെ കൂടെ തന്നെ കാണും. ശ്രീകാന്ത് ഇവിടെ തന്നെ നിക്ക്. എന്നെക്കാളും വലുതാണോ ശ്രീകാന്തിന്റെ ജോലി? നിന്നേക്കാൾ വലുതായിട്ട് എനിക്ക് മറ്റൊന്നുമില്ല. എങ്കിൽ ലീവ് വിളിച്ച് പറ. നീ എന്താ ആലോചിക്കുന്നത്? അല്ല, എന്താ ഇപ്പൊ പറയാ? വൈഫിന് സുഖമില്ല, അതുകൊണ്ട് വരില്ല എന്ന് പറ. നിന്റെ റെസ്റ്റോറന്റിന്റെ ഓണറാ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞോളാം. ശ്രീകാന്ത്, സ്പീക്കറിലിട്. ഹായ് ശ്രീകാന്ത്. പറയൂ പ്രിയ. വേറെ അറിയൂ? ഞാൻ വീട്ടിലുണ്ട്. ലേറ്റ് ആയല്ലോ, എന്താ വരാത്തെ? ഇന്നെനിക്കൊന്ന് ലീവ് വേണമായിരുന്നു. ലീവോ? നോ വേ. ഇന്നൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഫുഡ് ഓർഡർ ഉണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? പറഞ്ഞിരുന്നു. വൈഫിന് നല്ല സുഖമില്ല, ഫീവറാ. അതാ ഇന്ന് ലീവ് വേണമെന്ന് പറഞ്ഞു. ഓ ശ്രീകാന്ത്, ഇതൊരു വലിയ ഓർഡറാ. ഇത് കറക്റ്റ് ചെയ്തോട്ടാ. വി ഗെറ്റ് മോർ ഓർഡേഴ്സ്. അറിയാം, പക്ഷേ വാട്ട് ഇസ് ദിസ്? താനുണ്ടെന്നുള്ള വിശ്വാസത്തില ഇത്രയും വലിയ ഓർഡർ എടുത്ത് താൻ വന്നേ പറ്റൂ. വൈഫിന് തീരെ വയ്യ, ഞാൻ കൂടെ തന്നെ വേണം. വാട്ട് ഇസ് ദിസ് ശ്രീകാന്ത്? ഇയാളുടെ ഒരു ജോയിന്റ് ഫാമിലി എന്നല്ലേ പറഞ്ഞേ? വൈഫിനെ നോക്കാൻ അവിടെ വേറെ ആരും ഇല്ലേ? സി, ഇത് ഞാൻ ആദ്യമായിട്ട് എടുത്ത വലിയ ഓർഡറാ. വി ഹാവ് ടു ഇംപ്രസ് ദം. ലീവ് തരാൻ പറ്റില്ല. യു മസ്റ്റ് കം ഹിയർ. പെട്ടെന്ന് വരാൻ നോക്ക്. ശരി, ഞാൻ വരാം. ഓക്കെ ബൈ. എന്തിനാ നീ അവളോട് വരാന്ന് പറഞ്ഞേ? പ്രിയ പറഞ്ഞ നീ കേട്ടല്ലേ? ലീവ് തരാൻ പറ്റില്ലെന്ന് പറയാൻ അവൾ ആരാ? ഒരു എംപ്ലോയിക്ക് ഒരു അത്യാവശ്യം വന്നാൽ ലീവ് എടുക്കണ്ടേ? നീ ഇത് പോവണ്ട. വർഷ, പോവാതിരിക്കാൻ പറ്റില്ല. പോയില്ലെങ്കിൽ പിന്നെ അവിടെ ജോലി കാണില്ല. ജോലി പോകുന്നെങ്കിൽ പോട്ടെ. നമുക്കേ പുതിയ റെസ്റ്റോറന്റ് തുടങ്ങാം. പുതിയ റെസ്റ്റോറന്റ് തുടങ്ങാൻ എനിക്ക് സമയം എടുക്കും. ഇവിടെ ഇപ്പോ നല്ല സാലറി കിട്ടുന്നുണ്ട്. അതൊന്നും വേണ്ട നോക്കാൻ എനിക്ക് പറ്റില്ല വർഷ. ജോലി പോയ പ്രശ്നമാണ്. നീ ടാബ്ലറ്റ് കഴിച്ചെന്നല്ലേ പറഞ്ഞത്? പെട്ടെന്ന് ശരിയാവും. ഞാൻ ജയവനടുത്തോട് പറഞ്ഞിട്ട് പോ. ഏടത്തിനെ നന്നായിട്ട് നോക്കിക്കോളൂ. എന്റെ ഹസ്ബൻഡ് നീയാണോ അത് രേവതി ചേച്ചിയാണോ? പറയുന്നൊന്നും മനസ്സിലാക്കുക വർഷ. ഇപ്പൊ ഞാനാണ് കിടക്കുന്നെങ്കിൽ അർജന്റായിട്ട് ഡബിണെന്ന് പറഞ്ഞു വിളിച്ചാൽ നീ പോവില്ലേ? ഞാൻ ഒരിക്കലും പോവില്ല. ശ്രീകാന്ത് വയ്യാതെ കിടക്കുന്നത് കണ്ടാൽ ഞാൻ പോവില്ല. പ്രിയ എന്നെ വിശ്വസിച്ച് ഈ ഓർഡർ എടുത്തിട്ടുള്ളത്. ഞാൻ പോയില്ലെങ്കിൽ അതൊരു ചതിയാവും. അപ്പൊ ഞാൻ പറഞ്ഞ നീ കേക്കില്ല അല്ലേ? എനിക്ക് പോയേ പറ്റൂ വർഷ. നീ എന്തായാലും റെസ്റ്റ് എടുക്കുക. ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാം. പനി മാറിയില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാം. ഞാൻ എടുത്തോട് പറഞ്ഞേക്കാം. ബൈ. ശ്രീകാന്ത് ഒന്ന് സ്പീഡാകണം. കറക്റ്റ് സമയത്തിന് ഫുഡ് കൊടുത്തു വിടണം. അല്ലെങ്കിൽ മേഡത്തിന്റെ വഴക്ക് നീ കേൾക്കേണ്ടി വരും. ഇപ്പൊ റെഡിയാവും. നിന്നെ ഇത്ര ഹാപ്പി ആയിട്ട് കണ്ടുള്ളത് വർക്ക് ചെയ്യുമ്പോഴാ. നീ ആസ്വദിച്ചല്ലേ ചെയ്യാറ്. പക്ഷെ ഇന്നെന്ത് പറ്റി? ഒരു മൂഡ് ഔട്ട്. വൈഫിന് നല്ല സുഖമില്ല, ഫീവറാ. എന്നിട്ട് നീ വന്നല്ലോ. ഞാനായിരുന്നെങ്കിലേ ലീവ് എടുത്ത് വീട്ടിലിരുന്നേനെ. നീ പെട്ടെന്ന് ചെയ്യ്. ചേച്ചി, ഞാൻ ഇറങ്ങുവാ. അയ്യോ, നീ എവിടെ പോവാ? നിനക്ക് പനിയാണ്, ശ്രദ്ധിക്കണമെന്ന് ശ്രീകാന്ത് പറഞ്ഞു. എത്ര പെട്ടെന്ന് പനിയൊക്കെ മാറിയോ? അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. പനി മാറിയിട്ടൊന്നും ഇല്ല ചേച്ചി. അയ്യോ, പിന്നെ പെട്ടിയൊക്കെ ആയിട്ട് എവിടെ പോവാ? എവിടെയും പോണ്ട. നീ റെസ്റ്റ് എടുക്ക. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ പോയി കഞ്ഞി ഉണ്ടാക്കിയിട്ട് വരാം. ചേച്ചി വേണ്ട, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. സുഖമില്ലാത്തപ്പോ എന്തിനാ പോകുന്നേ? നീ ഇപ്പൊ റെസ്റ്റ് എടുക്ക. ഞാൻ പോവാ. എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല. എന്ത് പറ്റി? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ ഹസ്ബൻഡ് എന്നെ കെയർ ചെയ്യണം. എന്റെ കൂടെ നിൽക്കണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത് തെറ്റാണോ? ഒരിക്കലും അല്ല. പക്ഷെ ശ്രീകാന്തിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് സുഖമില്ല, ലീവ് എടുത്ത് കൂടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. ഓണർ വിളിച്ചു, അർജന്റ് ഓർഡർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ ജോലിക്ക് പോയി. ആണോ? അവൻ എന്നെക്കാൾ മുഖ്യം ജോലിയാ. ഞാൻ പനിച്ച് കിടക്കുന്ന കണ്ടിട്ട് അവൻ പോവില്ലേ? അവൻ പോട്ടെ. രാവും പകലും അവൻ റെസ്റ്റോറന്റിൽ നിൽക്കട്ടെ. ഞാൻ എന്റെ വീട്ടിൽ പോവാ. അയ്യോ പക്ഷെ നിക്ക്, നിന്നെ നോക്കണം. പനി കൂടുതലാണെങ്കിൽ എന്നെ വിളിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോയത്. എന്നെ നോക്കാൻ ടീന ചേച്ചിയോട് അവൻ പറയണോ? അല്ലെങ്കിൽ എന്നെ നോക്കില്ലേ ചേച്ചി? എനിക്ക് വേണ്ടി ഒരു ദിവസം ലീവ് പോലും അവനെ എടുക്കാൻ പറ്റില്ല. അത്രയ്ക്കുണ്ട് എന്നോടുള്ള സ്നേഹം. പക്ഷേ അവൻ പോയത് ശരിയല്ല എന്ന് കരുതി നിന്നോട് സ്നേഹം ഇല്ലാതൊന്നും അല്ല. ദേ,
നീ ഇങ്ങനെ പിണങ്ങി വീട്ടിലേക്ക് പോവല്ലേ. നീ ഇവിടെ നിൽക്ക്, ഞാൻ ശ്രീകാന്തിനെ വിളിച്ച് വരാൻ പറയാം. വേണ്ട ചേച്ചി, അവനെ വിളിക്കണ്ട. എന്റെ കൂടെ ഇരിക്കണമെന്ന് അവന് തോന്നിയില്ലല്ലോ. വീട് ചേച്ചിയുടെ തലയ്ക്ക് പരിക്ക് പറ്റിയപ്പോ ജോലിക്ക് പോകാതെ സച്ചേട്ടൻ കൂടെ ഇരുന്നില്ലേ? എപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്തിന് ചേച്ചി പൂ വിൽക്കാൻ പോയപ്പോ പോലും സച്ചേട്ടൻ കൂടെ വന്നു. അങ്ങനെയാ ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാര്. നിങ്ങള് പരസ്പരം ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചവരാ. എന്നാൽ ഞങ്ങളോ പരസ്പരം ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചവരാ. എന്റെ അച്ഛനെ അമ്മയും വിട്ട് ഇവന്റെ കൂടെ ഇറങ്ങി വന്നവളാ ഞാൻ. എന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയില് എന്നെ തനിച്ചാക്കിട്ട് അവൻ പോയില്ലേ? അവൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ പോവാ ചേച്ചി. അയ്യോ വർഷേ, നീ പറയുന്നത് കേക്ക്. പക്ഷേ നീ ഇതെവിടെ പോവാ? ഞാൻ എന്റെ വീട്ടിൽ പോവാ ആന്റി. അയ്യോ, ഇപ്പൊ ഇതല്ലേ നിന്റെ വീട്? അല്ല, ഇത് ശ്രീകാന്തിന്റെ വീടാ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. എന്താ വർഷേ, പ്രശ്നം എന്താ? നീ എന്തെങ്കിലും പറഞ്ഞോളെ. എന്താടി നിന്റെ വിചാരം? അമ്മ എല്ലാത്തിനും എന്റെ നേരെ ഇങ്ങനെ വരാതെ. ശ്രീകാന്ത് വർഷയും തമ്മിൽ ചെറിയൊരു പ്രശ്നം, അതുകൊണ്ട് അവള് വീട്ടിൽ പോകുന്നത്. ശ്രീകാന്തുമായിട്ട് പ്രശ്നോ? അവനെങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവനല്ലോ ആന്റി. അപ്പൊ ഞാനാണോ പ്രശ്നം? അയ്യോ മോളെ, ആന്റി അങ്ങനെ പറഞ്ഞതല്ല. മോൾ അകത്തേക്ക് വാ, നമുക്ക് എന്താ നടന്നേന്നേ സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കണ്ട ആന്റി, ഞാൻ എന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാ. അയ്യോ മോളെ, നീ പെട്ടി നോക്കി നിന്റെ വീട്ടിലേക്ക് പോയി അവരെന്ത് വിചാരിക്കും? മോള് വാ, നമുക്ക് സംസാരിക്കാം. വേണ്ട ആന്റി, ഞാൻ പോവാ. മോളെ പോകല്ലേ മോളെ, പറയട്ടെ. ആന്റി, ശ്രീകാന്ത് എന്നെ ബോറടിക്കാൻ തുടങ്ങി. എന്റെ കൂടെ ഇരിക്കാൻ പോലും അവന് ഇഷ്ടമല്ല. ഞാൻ പോവാ. അയ്യോ മോളെ, പക്ഷേ പോകല്ലേ മോളെ, പോകല്ലേ മോളെ, പോകട്ടെ മോളെ. മോളെ നമുക്ക് സംസാരിച്ച് തീർക്കാം മോളെ. എന്താടി ഇവിടെ ഇങ്ങനെ? ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ട് അവള് പോയത് കണ്ടില്ലേ? എന്റെ വാക്കിന് ഇത്തിരിയെങ്കിലും വില തന്നിരുന്നെങ്കിൽ അവള് പോവോ? ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയില്ല, ആർക്കും എന്നോട് ഒരു ബഹുമാനവും ഇല്ല. ഓരോരുത്തരും അവരവന്റെ ഇഷ്ടത്തിന് ആടുക. കെട്ടിയവന്മാരെ പറഞ്ഞാൽ മതിയല്ലോ, അവരെ ഒന്നിനും കൊള്ളാത്തോണ്ടാ. ദേ നിൽക്കുന്ന ഒരുത്തൻ ശ്രീകാന്തിന് എവിടെ നിന്നാണാവോ ഇവിടെ കിട്ടിയത്? പ്രണയിച്ച് കൂട്ടിക്കൊണ്ടു വന്ന ഒരു മുതല്. എന്റെ ഫോൺ എവിടെ? എന്താ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടിയും തൂക്കി വർഷം പോകുന്നുണ്ടല്ലോ. നീയൊന്നും ചോദിച്ചില്ലേ? ശ്രീകാന്ത് വർഷയും തമ്മില് വഴക്കൂടി പിണങ്ങി അവൾ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കാം. ശ്രീകാന്ത് ഒരു വഴക്കൂടിയുന്നു. ഓ, ഈ വീട്ടിൽ സച്ചേട്ടൻ മാത്രമാണ് ഭാര്യയായിട്ട് വഴക്കൂടുന്നല്ല നീ പറയാറ്. ഇപ്പൊ എന്റെ അനിയന് വഴക്കിടാൻ തുടങ്ങിയില്ലേ? എനിക്കൊരു കൂട്ടായി. അല്ല, എന്താണോ വഴക്കിന് കാരണം? അത് വർഷയ്ക്ക് പനിയാ. ഓ, അതാണോ കാരണം? ഇന്ന് ലീവ് എടുത്ത് അവളുടെ കൂടെ ഇരിക്കണമെന്ന് വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു. അവനത് കേൾക്കാതെ ജോലിക്ക് പോയി. ആര്യക്ക് സുഖമില്ലാതെ കൂടെ നോക്കണ്ടേ? ഇവനെന്ത് പണിയായി കാണിച്ചത്? ആര്യക്ക് പനി വന്ന ഭർത്താവിന് പനി വന്നാലും തന്നെയല്ലേ ശ്രീകാന്ത് ലീവ് എടുത്ത് കൂടെ ഇരിക്കണായിരുന്നു. സച്ചേട്ടാ, വർഷയെ കുറിച്ച് ആലോചിക്കുമ്പോ വിഷമാവാ. അവക്ക് നല്ല പനിയുണ്ട്. വീട് അവളവിടെ വീട്ടിലേക്കല്ലേ പോയത്. അവിടെ അമ്മ നോക്കിക്കോളൂ. ഈ പിണക്കത്തിനൊക്കെ 1-2 ദിവസം ആഴ്ചയല്ലേ ഉള്ളൂ. അവിടെ വന്നോളൂന്നേ. ചേട്ടാ, ഫംഗ്ഷൻ ഓർഡർ ചെയ്ത ഫുഡ് കൊടുത്തു വിട്ടോ? കൊടുത്തോട്ട് മാഡം. എല്ലാ ഓർഡറും കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കണം. 1 സെക്കൻഡ് പോലും ഡിലേ ആവരുത്. അത് നമ്മുടെ ക്രെഡിബിലിറ്റി ബാധിക്കും. ശരി മാഡം. ശ്രീകാന്ത് എവിടെ? മുകളിലുണ്ട് മാഡം. ശ്രീകാന്ത്, വാട്ട്സ് റോങ്? എന്താ ഡല്ലായിരിക്കുന്നേ? ഏയ് നത്തിങ് പ്രിയ. വൈഫിന് ഫീവർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഹൗ ഷീ നൗ? അറിയില്ല. ശ്രീകാന്ത്, ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാലോ, അതുകൊണ്ടാ പിന്നെ വരാൻ പറഞ്ഞ. നീ വന്നതുകൊണ്ട് പെട്ടെന്ന് വർക്ക് തീർന്നു. നീ നിന്റെ വൈഫിനെ ഒന്ന് വിളിച്ച് സംസാരിക്കേ. വീട്ടിൽ നിന്നാ? സംസാരിച്ചോ? ശരി പ്രിയ. പറയാമേ. എടാ, നീ ജോലിയിലാണോ? അല്ലമ്മേ, പറഞ്ഞു. എടാ, നിന്റെ കെട്ടിയോളെ എന്താടാ ഇങ്ങനെ? എന്തൊക്കെയമ്മേ? ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ അവള് പെട്ടി നോക്കി അവളുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലോട്ട് പോയെന്നോ? എന്തിന്? എന്തിനാണെന്ന് നിനക്കല്ലേ അറിയൂ. ഞാൻ ചോദിച്ചപ്പോ എന്തൊക്കെയോ പറഞ്ഞു. നീ ഇവിടെ ഇരിക്കാൻ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല. എന്റെ വാക്കിന് വില വെക്കാതെ അവൾ അവളുടെ പാട്ടിന് ഇറങ്ങിപ്പോയി. എടാ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അമ്മേ, അവക്ക് പനിക്കുന്നുണ്ട്. ലീവ് എടുത്ത് അവളുടെ കൂടെ ഇരിക്കണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. അർജന്റ് വർക്കുള്ളതുകൊണ്ട് എനിക്ക് റെസ്റ്റോറന്റിലേക്ക് വരേണ്ടി വന്നു. ആ ദേഷ്യത്തിലായിരുന്നു അവള്. അതുകൊണ്ടാണ് അവളിപ്പോ ഇവിടെ ഇറങ്ങിപ്പോയത്. സാധ്യതയുണ്ട്. കഷ്ടം. നിനക്ക് പിന്നെ ജോലിക്ക് പോണ്ടേ? അവളെ നോക്കി ഇവിടെ ഇരുന്നാ മതിയോ? അല്ലെങ്കിലും നീ എന്തിനാ അവളുടെ കൂടെ ഇരിക്കണം? നീ കൂടെ ഇരുന്ന് അവളെ നോക്കിയാ അവളുടെ അസുഖം മാറുമോ? നീ എന്താ ഡോക്ടറോ? കുത്തിത്തിരിപ്പ് തുടങ്ങി. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇനിയും വരുന്നുണ്ട് കേട്ടോ. ജോലി തീർത്ത് പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. നീ എന്തിനു വരണം? എടാ, ജോലിയാണ് പ്രധാനം. അത് വിട്ടിട്ട് കെട്ടിയോളുടെ കൂടെ എന്തിനാ ഇരിക്കുന്നേ? നിന്റെ അച്ഛൻ ഡ്രൈവർ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് അസുഖം വന്നിട്ടില്ലേ? അദ്ദേഹം ജോലിക്ക് പോകാതെ എന്റെ കൂടെ ഇരിക്കുവായിരുന്നോ? ഇവരുടെ കൂടെ ഇരിക്കാതിരിക്കാൻ അച്ഛൻ ജോലിക്ക് പോകുന്നതന്നെ. ചുമ്മാ സച്ചേട്ടാ. എനിക്ക് അസുഖം വന്ന് ആമയോടോ അയൽവക്കത്തെ പെണ്ണുങ്ങളോടോ നോക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം പോകും. ഞാൻ അതിന്റെ പേരില് അച്ഛനോട് പിണങ്ങാൻ നിന്നിട്ടുണ്ടോ? എന്നാ നിന്റെ ഭാര്യ പിണങ്ങിപ്പോയി. അവളുടെ കൂടെ നിക്കണം പോലും. പശു കൊണ്ട് ഒട്ടിച്ചു വെക്കാം. അമ്മേ, ഞാൻ അവളുടെ കൂടെ വീട്ടിൽ നിൽക്കണമായിരുന്നു. ഇപ്പൊ എനിക്ക് വിഷമമുണ്ട് അതില്. നീ എന്തിനു വിഷമിക്കണം? എടാ, നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവളെ നിന്റെ അവസ്ഥ മനസ്സിലാക്കണമായിരുന്നു. അവള് പറയുന്നത് നീയല്ല, നീ പറയുന്നത് അവള് കേൾക്കണം. അവള് നിന്നെ അനുസരിച്ച് നിൽക്കണം. എടാ, അവളോട് ഈ അമ്മയെ കണ്ട് പഠിക്കാൻ പറയടാ. നിന്റെ അച്ഛൻ പറയുന്ന അനുസരിച്ച് ഈ കാലം വരെയും ജീവിച്ചവളായി ഞാൻ. എന്റെ ഉടയമ്പരാനെ, നിനക്കറിയില്ലേ, നിന്റെ അച്ഛൻ വലിയ ആളോ പൈസക്കാരനോ ഒന്നുമല്ല. എന്നിട്ട് പോലും ഞാൻ അനുസരിച്ചു. അവിടെയാണ് എന്റെ മഹത്വം. മഹത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്താണ് സംസാരിച്ച? നിങ്ങൾ വലിയ ആളോ പൈസക്കാരിയൊക്കെ ആയിക്കോട്ടെ, എന്റെ അച്ഛനെ അവന് സംസാരിച്ചോണ്ടല്ലോ. നീ പോടാ, നീ പറയട മോനെ. ശരിയമ്മേ, ഞാൻ വരുമ്പോ വർഷയുടെ വീട്ടിൽ പോയി അവളെ കൂട്ടി വരാം. എന്താ നീ പറഞ്ഞു? അവളുടെ വീട്ടിൽ പോയി അവളെ കൂട്ടിട്ട് വരാന്നോ? എടാ, നീ അവളുടെ ഭാര്യയാണോടാ? ഭർത്താവല്ലേ? അവൾ അവളുടെ അഹങ്കാരത്തിന് ഇറങ്ങിപ്പോയി. നീ എന്തിനാ പുറകെ പോകുന്നു? എടാ, അന്തസ് വേണോടാ, അന്തസ്. പിന്നെ എങ്ങനെ നിന്നെ അവള് വില വെക്കാന്? എടാ, നീ അവളെ കൂട്ടിക്കൊണ്ട് വരികയോ ചെയ്യരുത്. അവളുടെ വീട്ടിൽ ചെല്ലുകയോ കാണുകയോ ചെയ്യരുത്. അവൾക്ക് തോന്നുമ്പോ വരട്ടടാ. നീ ആയിട്ട് കൂട്ടിക്കൊണ്ട് വരരുത്. അങ്ങനെ ചെയ്ത പിന്നെ നിനക്കത് ദോഷം ചെയ്യും. അമ്മ എന്ത് പറഞ്ഞാലും മോനത് അനുസരിക്കുമെന്ന് അമ്മയ്ക്കറിയാം. അവൾ അവളുടെ വീട്ടിൽ കിടക്കട്ടടാ. അവളുടെ വാശിക്കനുസരിച്ച് നീ നിന്ന് കൊടുക്കരുത്. നീ ഒരാണാ, അതൊരിക്കലും മറക്കരുത്. വിഷമം ഒന്നും വേണ്ടെന്നേ. മോൻ ഇങ്ങോട്ട് പോര്. ആര് പോയാലെന്ത്? നിനക്ക് അമ്മയില്ലടാ. പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ തീർത്തിട്ട് വരാൻ നോക്ക്. പിന്നെ എന്നത്തെയും പോലെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വേണം വരാൻ. നല്ല കഥയായി. ഓക്കെ,
ഓക്കെ മോനെ. ഓ രണ്ടും കൂടി എന്ത് കേൾക്കാൻ നിൽക്കുവാ? സച്ചേട്ടാ, അമ്മ എന്തിനാ വർഷയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ശ്രീകാന്തിനോട് പറഞ്ഞേ? അവിടെ ഇവിടെ വന്നപ്പോ പണക്കാരെ ആയതുകൊണ്ട് തലയിൽ കൊണ്ടു നടന്നു. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് വർഷം അത്ര ഇഷ്ടമല്ല. അമ്മ ഒന്ന് പറഞ്ഞാൽ വർഷം രണ്ട് തിരിച്ചു പറയും. അതാണ് ഇപ്പോഴത്തെ പ്രധാന കാരണം. വർഷ ഇറങ്ങി പോകുമ്പോ പോകരുതെന്ന് പറഞ്ഞ ആളാ ഇപ്പൊ ശ്രീകാന്തിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അമ്മയെ നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. വർഷം ഇവിടുന്ന് പോകണമെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ. ശ്രീകാന്ത് ചെന്ന് അവളെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെ ചെന്നില്ലെങ്കിൽ ഈ വിഷയം വലുതാവും. അത് മാത്രല്ല, അവിടെ യേശുനെ കൂട്ടാൻ അവളുടെ അച്ഛനും അമ്മയുണ്ട്, ഇവിടെ നമ്മുടെ അമ്മയും. ഇവരൊക്കെ ചേർന്ന് ശ്രീകാന്തിനെയും വർഷയും രണ്ട് വഴിക്കാക്കും. അമ്മ ശ്രീകാന്തിനോട് പറയുന്നത് നീ കേട്ടല്ലേ? അമ്മ പറഞ്ഞനുസരിക്കുന്ന മോനാവൻ. ഇക്കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഞാനൊന്ന് ശ്രീകാന്തിനെ വിളിച്ചു നോക്കട്ടെ.